അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പനീർ കറിയാണ്. പനീർ കറി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് സാധാ നമ്മുടെ സൗത്തിൽ ചെയ്യുന്ന ഒരു പനീർ കറിയോ അല്ലെങ്കിൽ നമ്മുടെ ഓൺ വേർഷൻ ഉള്ള സാധനമോ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഇത് കുറച്ചൊരു ശ്രീലങ്കൻ മിക്സ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ആണ്. അവരുടെ ഒരുപാട് മുളക് പൊടി ഇട്ടുള്ള കളികളൊന്നും അവരധികം ചെയ്യാറില്ല. പക്ഷെ നമ്മളും ഒരുപാട് ഇടാറില്ലെങ്കിൽ പോലും നമുക്ക് പൊതുവേ ഇഷ്ടമാണ് ഉപ്പും എരിവും പുളിയും ഒക്കെ അല്ലേ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വലിയ എരിവ് കൂട്ടിയിട്ടില്ല. പച്ചമുളകിൻ്റെ എരിവും കുരുമുളകിൻ്റെ എരിവും വെച്ചിട്ട് ഒരു ചെറിയൊരു പനീർ കറി ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്പൈസി കൊടുക്കുകയല്ല. കാര്യം ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന മിൻചേച്ചിയും കൃഷ്ണമ്മ ചേട്ടനുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മിൻചേച്ചിയെ കൊണ്ട് കുറച്ച് നമുക്ക് പാട്ടൊക്കെ പാടിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്പൈസും മസാലയും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മിൻചേച്ചി പറയും എനിക്ക് പാടാനൊക്കത്തില്ല അതായതാന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആനീസ് കിച്ചണിലെ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായതുകൊണ്ടും പാട്ട് ഒരുപാട് ആസ്വദിക്കുന്ന ആൾക്കാരായാലും നമ്മളെങ്കിൽ നമുക്ക് ഇച്ചിരി സ്പൈസി കുറച്ച് പ്രാവശ്യം കൊടുക്കാം. അപ്പോൾ ഇനി വേണ്ടിയ കാര്യങ്ങളൊക്കെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ വീട്ടിലുള്ള അതേ സാധനങ്ങളാണ് കേട്ടോ. എക്സ്ട്രാ ഒന്നുമില്ല. നോർത്ത് ഫ്ലേവർ അല്ല, നമ്മുടെ നാടൻ ഫ്ലേവർ. ഇപ്പോൾ കുറച്ച് പച്ചമുളക്, ഇത് എരിവിന് കണക്കാക്കി എടുക്കുക. കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ഇതൊരു ടീസ്പൂണോളം മതിയാവും. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇനി വേണ്ടിയത് ഇതിനും കുറച്ച് നെയ്യ് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആട്ടോ. നെയ്യ്, ബട്ടർ എല്ലാം. പിന്നെ വേണ്ടിയത് കുറച്ച് തക്കാളി. ഇത് ഫ്രഷ് ക്രീമാ. ഇത് ശരിക്കും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കാം, അല്ലെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ എടുക്കാം. ഇപ്പം ഓൾറെഡി തേങ്ങാപ്പാലുണ്ട്, അല്ലാതെ ഞാൻ പറയുക. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് ചതച്ചതായാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല. ഇങ്ങനെ പൊടിയായിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെ ഇട്ടാലും മതി. പിന്നെ വേണ്ടിയത് ഒരു 2 സവാള, കുഞ്ഞായിട്ട് അരിയോ നീളത്തിലരിയോ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ പെട്ടെന്ന് മൂക്കുന്ന രീതിയിൽ വേണം സവാള അരിയാനായിട്ട്, അതായത് കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പനീർ. അത് ഇത്രയും പനീർ നമുക്ക് വേണ്ട, പക്ഷെ എന്നാലും നമ്മുടെ കറിക്ക് ആവശ്യമുള്ളത് ഇടണമല്ലോ. പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങാപ്പാൽ. ഇത് നല്ല ഒന്നാം പാലാണ്, കട്ടി ഉള്ള ഒന്നാം പാൽ. ഇത്രയും സാധനം വേണ്ട. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാന് അടുപ്പ് ഒന്ന് കത്തിച്ച് വെച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കാം. നെയ്യുടെ കൂടെ തന്നെ നല്ലതായിട്ട് ചേർന്ന് പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ വെളിച്ചെണ്ണ. കുറച്ച് വെളിച്ചെണ്ണ. ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സവാള ഇതിനകത്തോട്ട് ഇടാം. എപ്പോഴും കട്ടിയുള്ള പാത്രമാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് നടക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ നെയ്യ് നല്ലതായിട്ട് ഉരുകി. ഇനി ഇതേ ഞാൻ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇടുക. ഇഷ്ടമാണു എങ്കിൽ കടുകിന് പകരം കുറച്ച് ജീരകം ഇടാം നമുക്ക്, ഇഷ്ടമാണെങ്കിൽ. ഇതിപ്പോ ഞാൻ കടുക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല, ഏറ്റവും കൂടുതൽ മല്ലിയില ഇടുന്നേ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മൊരിഞ്ഞു കിട്ടാനുള്ള കാര്യമാ പച്ചമുളക് മൊരിയുന്നല്ല, എരിവനുസരിച്ച്. പച്ചമുളകിന്റെ എരിവ് നോക്കിക്കോണം. പനീറിനകത്തോട്ടൊന്നും ഒത്തിരി പിടിക്കുകയില്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണോളം ഇഞ്ചി ഇടാം. അതേപോലെ 1 ടീസ്പൂണോളം വെളുത്തുള്ളി. ഇനി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം ഒന്ന് മൂക്കാനായിട്ട് എളുപ്പത്തിന് ഒരു ഇച്ചിരി ഉപ്പ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു അമ്മയുടെ കയ്യിലും ആദ്യം വരുന്നതാണ് കറിവേപ്പില. അതൊരിച്ചിരി ഇടുവാണേ. ഞാൻ നേരത്തെ മല്ലിയിലയുടെ കാര്യം പറഞ്ഞു, പക്ഷെ എന്നാലും കറിവേപ്പില സൈഡിലിരിക്കുമ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒരു നല്ല കോമ്പിനേഷനാണ്.
ഇനി ഇത് നല്ലതായിട്ട് ഒന്ന് മൂത്ത് വരണം. ഓക്കെ, നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ നല്ല ബ്രൗൺ ആയി വരണ്ട, പക്ഷെ ഒന്ന് വേവുകയും വേണം, ബ്രൗൺ ആയി തുടങ്ങുകയും വേണം. അതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ഈ ചീനച്ചട്ടിയിൽ നോക്കിയാൽ അറിയാം അത് ഏകദേശം ആയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം മൂക്കുകയും വേണം. ഒന്നിന്റെ ഒരു പച്ചച്ചൊവ പാടില്ല കേട്ടോ. നല്ലാണ്ട് മുരിഞ്ഞാൽ മാത്രമേ നമ്മുടെ കറിയിൽ, അല്ലെങ്കിൽ അവസാനം വരെയും കഴിച്ചെണീക്കുന്നിടം വരെ ആ ഒരു ചൊവ നിൽക്കും. അപ്പൊ അത് വേണ്ട. ഇച്ചിരി കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഈ തക്കാളി ഒന്നിടാം. വളരെ സിമ്പിൾ ഒരു കറി കേട്ടോ, ഒരുപാട് മസാലാസ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തക്കാളി, തക്കാളിയും ഒന്ന് വാടി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പൊടികൾ ചേർക്കാം. എന്നാ പൊടി മൂക്കാനായിട്ട് നമുക്ക് കുറച്ച് എന്താ പറയാ മോയ്സ്റ്റും വേണം. അപ്പൊ തക്കാളി ഇട്ട പുറകെ ഞാൻ ഒരു ഇച്ചിരി പൊടികളും അങ്ങ് ചേർക്കുക. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ആ മോയ്സ്റ്റ് ഒന്ന് കളയാതിരിക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് പൊടികൾ അങ്ങ് ചേർക്കാം. എന്തായാലും വെള്ളം ചേർക്കണം. അപ്പൊ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 സ്പൂൺ ഇട്ടോളൂ, 2 ടീസ്പൂൺ ആണേ. കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ. കാരണം പനീറിലൊന്നും മസാലകൾ ഒരുപാട് പിടിക്കുകയില്ല, അപ്പൊ പിന്നെ നമുക്ക് ഒരുപാട് ഇടണ്ട. പിന്നെ കുറച്ച് കുരുമുളക്, ഏറ്റവും നല്ലത് കുരുമുളക് ചതച്ചിടുന്ന, ഇതൊരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ടേ. ഇനി ഈ പൊടി ഒന്ന് മൂക്കണം. അതിന്റെ ഒരു പച്ചച്ചൊവ മാറാനായിട്ടാണ്. ഇനി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിന്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചേർക്കാനുള്ളത് ചേർക്കണം. അത് വേറെ ഒന്നുമില്ല, ഒരുപാട് ബഹളങ്ങളൊന്നും ഈ കറിക്കില്ലായേ. സോഫ്റ്റ് ആണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. ഇനി ഇത് ഒന്ന് അടച്ചിട്ട് ചെറിയ ഫ്ലെയിമേ വെക്കാം. അന്നേച്ച് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പനീർ ഒന്ന് വറുക്കണം. പനീറിനകത്ത് എന്നതേലും നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ, അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി, അങ്ങനെ എന്നതേലും ഒന്നും ഇട്ട് തിരുമിയിട്ട് ഇതിനകത്തോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല, കാര്യം ഒരുപാട് മസാലാസ് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല. പക്ഷെ അതല്ല, ഇച്ചിരി മുളക് പൊടി, ഉപ്പും തിരുമിയേച്ചൊന്ന് വറുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇത്രയും പനീർ നമുക്ക് ആവശ്യമില്ല, അപ്പൊ കുറച്ച് മതി. ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പനീർ ഇതൊന്ന് 2 സൈഡ് ഒന്ന് ബ്രൗൺ ആയി വരണം. അതാണ് അതിന്റെ ഒരു പരുവം. ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകണ്ട, കാര്യം പൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇച്ചിരി പ്രായം ചെന്നവർക്കൊക്കെ ചവയ്ക്കാനൊക്കെ ഇച്ചിരി പാടല്ലേ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവർക്കും കൂടെ കൊടുക്കണം. ഇവിടെ കിടന്നൊന്ന് മൊരിയട്ടെ. അപ്പൊ അതേണ്ട നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എന്ത് രസമായിട്ടാണ് ആ എണ്ണയൊക്കെ ഒന്ന് നല്ലോണം തെളിഞ്ഞു വരുന്നത്.
ഗ്രേവിയിൽ നമ്മൾ കുറച്ച് ഉപ്പേ ചേർത്തുള്ളൂ. ഏതാ ഉള്ളി വഴറ്റാനായിട്ട്. പനീറിനകത്തും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ഇതൊന്ന് വറുത്ത് ഇതിനകത്തോട്ട് ഇടുകയല്ലേ, ഇടുന്ന സമയത്ത് അതിന്റെ ആ ഒരു ഉപ്പും ഒക്കെ ഒന്ന് നോക്കിയേച്ച് വേണം അടുത്ത ഉപ്പ് ചേർക്കാൻ. എരിവ് കൂടുതൽ വേണം തോന്നുവാണെങ്കിൽ 2-3 കുരുമുളക് ചതച്ചിടാം. അതല്ല എന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളകും കൂടെ ഇതിന്റെ കൂടെ ഇട്ടേച്ചാൽ മതി. നമ്മുടെ പനീർ ഒന്ന് മൂക്കുന്നിടം വരെ നമുക്ക് അത് ഒന്ന് എണ്ണ കുറച്ചുകൂടെ തെളിയട്ടെ. ഓക്കെ, നമ്മുടെ പനീർ ഒരു ഇത്രയും മൊരിഞ്ഞാൽ മതി കേട്ടോ. ഇത് ഒരുപാട് മൊരിഞ്ഞു പോയ ആ സോഫ്റ്റ്നെസ് അങ്ങ് പോവും. അപ്പൊ നമ്മുടെ എണ്ണയും ദേ ഇവിടെ കണ്ടോ നല്ലോണം തെളിഞ്ഞു. ഇനി ഞാൻ ഈ പനീറിനെ നമ്മുടെ ഈ മസാല കൂട്ടിലേക്ക് ചേർക്കുക. നിറച്ച എണ്ണയൊക്കെ ചേർത്ത് നമ്മൾ പനീർ വറക്കുവാണെങ്കിൽ ഇപ്പൊ എന്റെ ചീനച്ചട്ടി കണ്ടതുപോലെ അടിക്ക് പിടിക്കുകയില്ല. പക്ഷെ ഞാൻ എണ്ണ കുറച്ച് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ നെയ്യ് ഒഴിച്ചേക്കുക, പിന്നെ ഇത് വറക്കാനായിട്ടും നെയ്യ് ഒഴിക്കുക. അപ്പൊ ഒത്തിരി അങ്ങ് നെയ്യ് നല്ലതാന്നൊക്കെ പറയും, പക്ഷെ എന്നാലും ഒഴിക്കുമ്പോൾ ഒരു കുറ്റബോധം നമുക്കും ഉണ്ടല്ലേ. ഇനി ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുവാണേ. നല്ല കട്ടി തേങ്ങാപ്പാലാ ചേർക്കുന്നത്. ഇതിന് വലിയ വേവില്ല, നമ്മുടെ മസാലയ്ക്കുള്ള ഒരു മൂപ്പ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഉപ്പ് എരിവും കൂടെ മാത്രമേ ഇതിന് നമുക്ക് ഇനി എക്സ്ട്രാ ചേർക്കാൻ പറ്റുള്ളൂ. അതെന്നാന്ന് വെച്ചാൽ കുരുമുളക്, പച്ചമുളക് ഇത് മാത്രമേ ചേർക്കാൻ പറ്റത്തുള്ളൂ. ഉപ്പ് ഞാൻ ഇപ്പം ഇച്ചിരി ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്ന് ആ പനീറിലും കൂടെ പിടിച്ചതിന് ശേഷം ഞാൻ ബാക്കി ചേർക്കാമേ. അല്ലെന്നുണ്ടെങ്കിൽ പനീറിനകത്ത് ഒരുപാട് ഫ്ലേവേഴ്സ് ഒന്നും പിടിക്കുകയല്ല. ആ ഗ്രേവിക്കകത്ത് നിൽക്കുന്ന ഒരു ഫ്ലേവർ, അതായത് ഉപ്പ് എരിവ് പുളിയൊക്കെ ആ പനീറിലോട്ട് ഒരു ശകലവേ കയറത്തുള്ളൂ, ഇച്ചിരി ഒന്നും പോകത്തില്ല. അപ്പൊ ഗ്രേവിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ടേസ്റ്റ് നോക്കാനുള്ള. ഇനി ഇതിന് വേറെ പരിപാടികളൊന്നുമില്ല. ലാസ്റ്റ് നോട്ട് ബട്ട് ദ ലീസ്റ്റ് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇതൊന്ന് വറ്റി കഴിയില്ലേ ആ സമയത്തും കൂടെ ചേർക്കാനുള്ളൂ. പിന്നെ നിറച്ച് മല്ലിയില ഇടുക. കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട്, അത് എൻ്റെ ഒരു കൊതിക്കിട്ടതാ. പക്ഷെ എന്നാലും ഇതിന് കൂടുതൽ മല്ലിയിലയാണ് ഇഷ്ടം. അതല്ല കറിവേപ്പിലയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഇതിന് നിർബന്ധമുള്ള ഒരു കറിയല്ല. പിന്നെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ നാവിന് രുചിയുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാദായിട്ട് ഉണ്ടാക്കുക. ഇന്ന് പിന്നെ മസാലയും മറ്റൊന്നും കാര്യങ്ങളും ഒന്നുമില്ലാതെ ശ്രീലങ്കൻ പ്ലസ് നമ്മുടെ ഫ്ലേവറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ഒരു സാധാ സിമ്പിൾ കറിയാണ്. പക്ഷേ ടേസ്റ്റ് ഭയങ്കര നല്ല ടേസ്റ്റ്. അത് ചപ്പാത്തിക്ക് നല്ലതാ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പത്തിനൊക്കെ നല്ലതാ, ഇടിയപ്പത്തിന് നല്ലതാ. ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്.